ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ റഷീദ്. അപ്പം ഇത് യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ ഇതിനു മുമ്പ് കുറേ കണ്ടിന്യൂസ് വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കുറേ ഇല്ല, 2-3 വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ യൂട്യൂബിലും കൂടി വീഡിയോസ് ഇടാമെന്നുള്ളത് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡോക്ടർ RSPH എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കാണുക, എന്നിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഓഡിയോ ആൻഡ് വിഷ്വൽ ക്വാളിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സജഷൻസ് പറയുന്നുണ്ട്. പേഴ്സണലി DM ചെയ്തിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ നമുക്ക് ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ എനിക്ക് അപ്ഡേറ്റ്സ് പറഞ്ഞു തരുന്നതിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഹാപ്പി. ആൻഡ് നമുക്ക് പക്ഷേ ഇപ്പം നമുക്ക് ഇത് ഭയങ്കര ക്വാളിറ്റി കൂട്ടാനുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് ബെറ്റർ അടിപൊളി അല്ലെങ്കിലും ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു പോകെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് വീഡിയോ ക്വാളിറ്റി ആയാലും സൗണ്ട് ക്വാളിറ്റി ആയാലും നമുക്ക് മെല്ലെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് സോറി, ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എൻ്റെ VCreate, കോഡ്ട്രോക്സ്, ട്രോക്സ് കാർഡ് ഇങ്ങനെ നമ്മുടെ 3 കമ്പനികളിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയണമല്ലോ. അതുകൊണ്ടും കൂടിയാണ് ആ ഒരു ഡിലേ ആവുന്നത്. സോറി. ഞാൻ മാക്സിമം ഇന്ന് തന്നെ ആ വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഇടാൻ പറ്റും. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളത്തേക്കോ കാര്യങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. ആൻഡ് നമ്മുടെ കോഡ്കാസ്റ്റ് അക്കൗണ്ടിൽ ഇന്നൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ആ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ആ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ കുറച്ച് എൻ്റർടൈനിങ് കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എല്ലാവരും. ആൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡ്രീം സോഫ്റ്റ്വെയർ ആയാലും നമ്മൾ ടൂൾസ് ആണെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം നമ്മൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നതെന്ന് ആലോചിക്കണ്ട. കാരണം ഇന്നത്തെ ഒരു പോക്കനുസരിച്ചിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ സാധാരണക്കാരൻ്റെയും ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഒരു മാറ്റർ ആയിട്ട് വരും. അത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. കാരണം നമ്മൾ പറയുന്നവർക്ക് പറയാം ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ജീവിക്കാം. പക്ഷെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് വരും. സോ നമ്മളെല്ലാവരും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കാൻ നോക്കുക. അപ്പം മാക്സിമം എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സും ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് എനിക്കറിയാത്ത ന്യൂസസ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അത് നമുക്ക് കമൻറ്റ് അല്ലെങ്കിൽ DM ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക. ഞാനത് ബാക്കിയുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ആൻഡ് നമ്മുടെ ഈ അക്കൗണ്ടിലായിരിക്കും ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിലായിരിക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഇനി എല്ലാം മാക്സിമം ക്വിക്കായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ 20% ആൾക്കാർ മറക്കണ്ട, ചെയ്തു വെച്ചോളൂ. ഓക്കെ. അപ്പം വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.